ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. വളരെ സിമ്പിളായിട്ടുള്ള നരേഷനും കാണുന്ന പ്രേക്ഷകർക്ക് എളുപ്പം കഥ മനസ്സിലാക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു മിസ്റ്ററി ത്രില്ലറാണ് 2021 പുറത്തിറങ്ങിയ ജാപ്പാനീസ് മൂവിയായിട്ടുള്ള മിസ്സിംഗ്. സിനിമയെക്കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ, പോലീസ് അന്വേഷിക്കുന്ന ഒരു സീരിയൽ കില്ലറെ താൻ നേരിട്ട് കണ്ടുവെന്ന് സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള സതോഷി തന്റെ മകളോട് പറയുന്നു. ഈ സീരിയൽ കില്ലറെ കുറിച്ച് എന്തെങ്കിലും വിവരം കൊടുക്കുന്നവർക്ക് പോലീസ് റിവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കടമൊക്കെയുള്ള സതോഷിയെ സംബന്ധിച്ച് ആ റിവാർഡ് തുക ലഭിക്കുന്നത് ഒരാശ്വാസമായതിനാൽ ഈ കാര്യം അയാൾ പോലീസിനെ അറിയിക്കാൻ പോവുകയാണെന്ന് മകളോട് പറയുന്നുണ്ട്. എന്നാൽ അടുത്ത ദിവസം മുതൽ സതോഷിയെ കാണാതാവുന്നുണ്ട്. ഈ സീരിയൽ കില്ലർ തന്റെ അച്ഛനെ അപായപ്പെടുത്തി കാണുമോ എന്ന് ഭയന്നിട്ട് സതോഷിയുടെ മകൾ അച്ഛനെ തേടി ഇറങ്ങുന്നു. ഇത്രയും കാണുമ്പോഴേക്ക് തന്നെ സാധാരണ ഒരു പ്രേക്ഷകൻ ഇതിന്റെ ക്ലൈമാക്സ് എന്തായിരിക്കുമെന്ന് ഓൾറെഡി മൈൻഡിൽ ഊഹിച്ചു വെച്ചിട്ടുണ്ടാവും. എന്നാൽ പിന്നീട് അങ്ങോട്ട് സംഭവിക്കുന്നത് നമ്മുടെ ഊഹങ്ങളെ എല്ലാം തന്നെ ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ സിനിമയിലേക്ക് കടക്കാം. ഈ മൂവിയുടെ തുടക്കത്തിൽ തന്നെ സിനിമയിലെ ഹീറോ ആയിട്ടുള്ള സതോഷി ഒരു ചുറ്റിക എടുത്തിട്ട് ഒരാളെ എങ്ങനെ അടിച്ചു വീഴ്ത്തണമെന്ന് പരിശീലിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതവിടെ വെച്ച് കട്ടായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു പെൺകുട്ടി ഓടിക്കിതച്ചുകൊണ്ട് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി വരുന്നതാണ്. അവളാണ് നമ്മുടെ സതോഷിയുടെ മകള് കെയ്ഡേ. തൽക്കാലം നമുക്ക് അവളെ കിറ്റി എന്ന് വിളിക്കാം. കിറ്റി ഇങ്ങനെ ഓടി കയറിച്ചിട്ട് ആ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, സതോഷി ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ആ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് എന്തോ ഒരു മോഷണ ശ്രമം നടത്തിയിട്ടുണ്ട്. അത് കൈയോട് പിടിക്കുകയും അവിടെ പോലീസ് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയിട്ട് കിറ്റി പോലീസുകാരനോട് പറയുന്നുണ്ട് അച്ഛന് ചെറിയൊരു മാനസിക പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന്. സംഭവം നമ്മുടെ കിറ്റിയുടെ അമ്മയുണ്ടല്ലോ, സതോഷിയുടെ ഭാര്യ, കുറച്ച് നാളുകൾക്ക് മുൻപ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭാര്യ മരിച്ചത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ സതോഷിക്ക് വിഷാദ രോഗം ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സതോഷിക്ക് മര്യാദക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പുള്ളിക്കാരനാണെങ്കിൽ അത്യാവശ്യം കടമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കിറ്റി ആ സൂപ്പർ മാർക്കറ്റിന്റെ ഓണർക്ക് ക്യാഷൊക്കെ കൊടുത്തിട്ട് സതോഷിയും കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് പോയി. വഴിയിൽ വെച്ചിട്ട് കിറ്റി സതോഷി ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനിടയിലാണ് സതോഷി കിറ്റിയോട് ഒരു കാര്യം പറയുന്നത്. ന്യൂസിലൊക്കെ കാണിക്കുന്ന പിടികിട്ട പുള്ളിയായിട്ടുള്ള ആ സീരിയൽ കില്ലറെ താൻ ഇന്ന് നേരിട്ട് കണ്ടു എന്ന് സതോഷി മകളോട് പറയുന്നുണ്ട്. അത് കേട്ട കിറ്റി സതോഷിയോട് പറയുന്നുണ്ട് അച്ഛന് ചുമ്മാ തോന്നിയതായിരിക്കും, അത് അയാളൊന്നും ആയിരിക്കില്ല എന്ന്. അപ്പോൾ സതോഷി വീണ്ടും പറയുന്നുണ്ട് അല്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്, രാവിലെ ടോക്കിയോയിലേക്ക് പോകുന്ന ട്രെയിനിൽ വെച്ചിട്ടാണ് ഞാൻ അയാളെ കണ്ടതെന്നും നഖം കടിക്കാനായിട്ട് മാസ്ക് മാറ്റിയപ്പോൾ ഞാൻ അവന്റെ മുഖം ശരിക്ക് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നെന്നും സതോഷി ഉറപ്പിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല ആ സീരിയൽ കില്ലറെ കാണിച്ചു കൊടുത്താൽ പോലീസ് നമുക്ക് എന്തെങ്കിലും റിവാർഡ് തരുമെന്നും സതോഷി കിറ്റിയോട് പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ട് കിറ്റിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അച്ഛൻ വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കേണ്ട, പെട്ടെന്ന് പോയി കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞിട്ട് കിറ്റി സതോഷിയോട് വഴക്കിടുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് രാവിലെയായി. കിറ്റി ഉണർന്നിട്ട് നോക്കുമ്പോഴേക്കും സതോഷി ആ വീട്ടിനുള്ളിൽ എവിടെയും തന്നെ കാണുന്നില്ല. അവൾ അവിടെയൊക്കെ നോക്കിയെങ്കിലും സതോഷിയുടെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. കിറ്റി കുറെ പ്രാവശ്യം അച്ഛനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഫോൺ കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. അവൾ അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്തായിരുന്നു കിറ്റിയുടെ ക്ലാസ്സിലുള്ള ഒരു പയ്യൻ അവളുടെ അടുത്തേക്ക് വരുന്നത്. അവനെ നമുക്ക് ഫ്രെഡി എന്ന് വിളിക്കാം. അങ്ങനെ ഫ്രെഡി നേരെ കിറ്റിയുടെ അടുത്തേക്ക് വന്നിട്ട് അവളോട് ചോദിക്കുന്നത് നിനക്ക് ബോയ് ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടോ എന്നായിരുന്നു. അപ്പോൾ കിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ അവൻ വീണ്ടും അവളോട് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്നെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്തായെന്നായിരുന്നു. അച്ഛനെ കാണാതെ ആകെ പൊളിഞ്ഞിരിക്കുന്ന കിറ്റിക്ക് ഇത് കേട്ടപ്പോൾ നല്ല ദേഷ്യം വന്നു. അവൾ അവനോട് നീ എന്താ ആളെ കളിയാക്കുവാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷെ ഫ്രെഡി ആണെങ്കിൽ കിറ്റിയെ തന്നെ ഫോളോ ചെയ്തിട്ട് അവളുടെ പുറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടിയിട്ട് സതോഷി വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്കായിരുന്നു പോയിരുന്നത്. അവിടെ എത്തി നോക്കുമ്പോഴേക്കും സതോഷി ഒന്ന് വർക്കിന് വന്നതായിട്ട് രജിസ്റ്ററിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അങ്ങനെ കിറ്റിയും ഫ്രെഡിയും കൂടിയിട്ട് സതോഷി വർക്ക് ചെയ്യുന്ന ആ ഒരു സൈറ്റിലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന ഒരാളോട് അവൾ അവളുടെ അച്ഛനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അയാള് ആ പുള്ളിക്കാരനെ ഇന്ന് ജോലിക്ക് വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആളെ കാണിച്ചു കൊടുത്തു. പക്ഷേ അത് കിറ്റിയുടെ അച്ഛനല്ലായിരുന്നു, മറ്റൊരാളായിരുന്നു സതോഷിക്ക് പകരം അവിടെ ഉണ്ടായിരുന്നത്. അയാളെ കണ്ടിട്ട് കിറ്റി അത്ഭുതത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങളാണോ സതോഷി എന്ന്. അപ്പോ അവൻ നഖം കടിച്ചുകൊണ്ട് അത് ഞാനാണെന്ന് തലയാട്ടിയിട്ട് ആൻസർ പറയുന്നുണ്ട്. എന്നിട്ട് കിറ്റി ഞാൻ വേറൊരാളെ അന്വേഷിച്ചിട്ടായിരുന്നു വന്നതെന്ന് പറഞ്ഞിട്ട് അയാളോട് സോറി പറഞ്ഞിട്ട് അവിടെ നിന്നും തിരിച്ചുപോയി. അച്ഛനെ കുറിച്ചിട്ട് ഒരു വിവരവും ലഭിക്കാഞ്ഞിട്ട് കിറ്റി നേരെ അവളുടെ ടീച്ചറോട് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ടീച്ചർ അവളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ബന്ധുക്കൾ ആരുമില്ലേ, അവരൊന്നും വിളിച്ചു നോക്കിയിട്ടില്ലേ എന്ന്. സംഭവം നമ്മുടെ കിറ്റിക്ക് അങ്ങനെ ബന്ധുക്കളായിട്ട് ആരും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ കിറ്റിയും ടീച്ചറും കൂടിയിട്ട് അച്ഛനെ കാണാതായ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ ചെന്നിട്ട് പോലീസുകാരോട് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അയാൾ പറയുന്നത് ഓ ഇയാളാണോ, എനിക്ക് ഇയാളെ അറിയാലോ, 6 മാസങ്ങൾക്ക് മുൻപ് കുടിച്ച് വെളിവില്ലാതെ ഇവിടെ കിടന്നിട്ട് ബഹളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ട് കിറ്റി പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ അങ്ങനെ മദ്യപിക്കാറൊന്നുമില്ല എന്ന്.
എന്നിട്ട് ആ പോലീസുകാരൻ വീണ്ടും കിറ്റിയോട് ചോദിക്കുന്നുണ്ട് ഇയാളെ തട്ടിക്കൊണ്ടുപോകുന്നതായിട്ടോ മറ്റോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന്. അപ്പോൾ കിറ്റി അതിന് ഇല്ല എന്ന ആൻസർ പറയുന്നുണ്ട്. പിന്നീട് വീണ്ടും അയാൾ ചോദിച്ചു അയൽക്കാരായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടോന്ന്. അപ്പോൾ അതിനും കിറ്റി ഇല്ല എന്നായിരുന്നു മറുപടി പറഞ്ഞത്. ഇത് രണ്ടുമല്ല കാരണമെങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ എന്ന് പോലീസുകാരൻ കിറ്റിയോട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് പണം ഞങ്ങൾക്ക് ഇടയ്ക്ക് പ്രശ്നമായിട്ട് വരാറുണ്ട് എന്നായിരുന്നു. ഇത് കേട്ട പോലീസുകാരൻ സതോഷി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് അടിച്ചിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യാനും എല്ലായിടത്തും തന്നെ ഒട്ടിക്കാനും അവരോട് നിർദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ടീച്ചറും കിറ്റിയും ഫ്രെഡിയും കൂടിയിട്ട് ഒരു മിസ്സിംഗ് നോട്ടീസ് അടിച്ചിട്ട് എല്ലായിടത്തും തന്നെ ഒട്ടിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയത്തായിരുന്നു നമ്മുടെ കിറ്റിക്ക് ഒരു മെസ്സേജ് ലഭിക്കുന്നത്. അച്ഛനെക്കുറിച്ച് അന്വേഷിക്കണ്ട, അച്ഛൻ സുഖമായിരിക്കുന്നു എന്നായിരുന്നു ആ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ട കിറ്റിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവരിതുവരെ ചെയ്തതെല്ലാം തന്നെ പാഴായിപ്പോയി എന്ന് പറഞ്ഞിട്ട് അവൾ ആ റോഡ് സൈഡിൽ നിന്നിട്ട് ടീച്ചറോടും ഫ്രെഡിയോടും ദേഷ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല അങ്ങേരെൻ്റെ ശരിക്കുമുള്ള അച്ഛനല്ല, ഞങ്ങൾ രണ്ടുപേരെയും കണ്ടാൽ ഒട്ടും തന്നെ മാച്ചില്ല എന്നൊക്കെ ടീച്ചറോട് പറയുന്നുണ്ട്. പക്ഷേ ഫ്രെഡിയും ടീച്ചറും കൂടി കിറ്റിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൾ അതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കിറ്റി അവളുടെ അച്ഛൻ്റെ മിസ്സിംഗ് നോട്ടീസൊക്കെ അവിടെ നിന്നും പറിച്ചെടുക്കുമ്പോഴായിരുന്നു അവിടെ വേറൊരു നോട്ടീസ് അവൾ ശ്രദ്ധിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാല് പോലീസുകാരി ഒരു സീരിയൽ കില്ലറെ തിരയുന്നതായിട്ട്, മാത്രമല്ല അയാളെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നവർക്ക് 3 മില്യൺ ജപ്പാനീസ് യെൻ പ്രതിഫലം കൊടുക്കുന്നതായിട്ടും അതിലുണ്ടായിരുന്നു. പക്ഷേ ആ നോട്ടീസിലുണ്ടായിരുന്ന ആളുടെ ഫോട്ടോ കണ്ടപ്പോഴായിരുന്നു കിറ്റിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. നേരത്തെ അവളും ഫ്രെഡിയും കൂടിയിട്ട് അവളുടെ അച്ഛൻ വർക്ക് ചെയ്യുന്ന ആ ഒരു വർക്ക് സൈറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ വെച്ചിട്ട് സതോഷിയാണെന്ന് പറഞ്ഞിട്ട് ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. നഖം കടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു പയ്യൻ. അവനെയും ഇപ്പോൾ ഈ നോട്ടീസിൽ കാണുന്ന ആളെയും കാണാൻ ഒരുപോലെ ഉണ്ടെന്ന് കിറ്റി ഫ്രെഡിയോട് പറയുന്നുണ്ട്. അപ്പോൾ ഫ്രെഡി കിറ്റിയോട് ചോദിക്കുന്നുണ്ട് നേരത്തെ നമ്മൾ കണ്ട ആൾക്ക് കണ്ണട ഉണ്ടായിരുന്നല്ലോ, ഇതിലുള്ള ഫോട്ടോയിലുള്ള വ്യക്തിക്ക് കണ്ണട ഇല്ലതാനും. കിറ്റി അപ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവിടെ എത്തിയിട്ട് പോലീസുകാരനോട് കിറ്റി എല്ലാ സംഭവങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അയാൾ കിറ്റിയെ വിശ്വസിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. കിറ്റിയുടെ അച്ഛൻ ഓൾറെഡി മോഷണ കേസിലൊക്കെ പ്രതിയായതിനാൽ തന്നെ അങ്ങേരെ എവിടെയോ നാട് വിട്ടു പോയതായിരിക്കും എന്നാണ് പോലീസുകാരൻ പറയുന്നത്. മാത്രമല്ല സീരിയൽ കില്ലറെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് പേര് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് ആർക്കും തന്നെ കൃത്യമായ വിവരങ്ങളൊന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് കിറ്റിയെ ആ പോലീസുകാരൻ തിരിച്ചയക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നും കിറ്റിയും ഫ്രെഡിയും കൂട്ടിയിട്ട് നേരെ അവളുടെ അച്ഛൻ മുൻപ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടേബിൾ ടെന്നീസ് ക്ലബ്ബ് ഉണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് വന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പ്യൂട്ടറിൽ കിറ്റി ഈ സീരിയൽ കില്ലറെ കുറിച്ചിട്ട് സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അയാൾ ഓൾറെഡി 8 പേരെ കൊന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല സോഷ്യൽ മീഡിയ വഴിയായിരുന്നു അയാൾ അയാളുടെ ഇരകളെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുവേണ്ടി അയാൾ ഒരുപാട് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് യൂസ് ചെയ്തിട്ടുമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഫ്രെഡിയുടെ ഡൗട്ട് നേരത്തെ വർക്ക് സൈറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വ്യക്തിക്ക് കണ്ണടയുണ്ടായിരുന്നു, ഈ സീരിയൽ കില്ലറിനാണെങ്കിൽ കണ്ണടയില്ല. അത് കേട്ട് കിറ്റി അവിടെ ഉണ്ടായിരുന്ന ഒരു മാർക്കർ യൂസ് ചെയ്തിട്ട് ഈ സീരിയൽ കില്ലറിൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ അതിനൊരു കണ്ണട വരച്ചു കൊടുത്തു നോക്കി. അപ്പോൾ രണ്ടുപേരെയും കാണാൻ ഏകദേശം സെയിം ആയിരുന്നു. അങ്ങനെ കിറ്റിക്ക് തൻ്റെ അച്ഛൻ്റെ മിസ്സിങ്ങുമായിട്ട് ഈ സീരിയൽ കില്ലറിന് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് നല്ല ഡൗട്ട് അടിക്കുന്നുണ്ട്. ആ സീൻ അവിടെ വെച്ച് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് കിറ്റി അവളുടെ വീട്ടിൽ കിടന്നുറങ്ങുന്നതായിട്ടാണ്. അവൾക്കാണെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവളുടെ മൈൻഡിൽ മുഴുവനും തൻ്റെ അച്ഛൻ്റെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരുന്നു. പക്ഷെ അപ്പോഴായിരുന്നു അവളുടെ മുറിയിലായിട്ട് നമുക്കൊരു മഞ്ഞ കയറ് തൂങ്ങുന്നത് കാണുന്നത്. അവൾ ആ കയർ അപ്പോൾ തന്നെ ഒരു കത്രിക എടുത്തിട്ട് മുറിച്ചു കളയുന്നുമുണ്ട്. പക്ഷേ ആ ഒരു സംഭവം അവളുടെ മനസ്സിൽ എന്തോ ഒരു വിഷമം ഉണ്ടാക്കിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവൾ അവളുടെ റൂമിൽ നിന്നും എഴുന്നേറ്റിട്ട് അവളുടെ അച്ഛൻ്റെ റൂമിൽ പോയിട്ട് അവിടെ കിടന്നുറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആ സീൻ അവിടെ വെച്ച് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ നമ്മുടെ കിറ്റി ഉണ്ടല്ലോ ആ സീരിയൽ കില്ലറെ കണ്ട വർക്ക് സൈറ്റിലേക്ക് അവനെ അന്വേഷിച്ചു പോകുന്നതായിട്ടാണ്. പക്ഷേ അവൾ അവിടെ എത്തി നോക്കുമ്പോഴേക്കും ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വ്യക്തി ഉണ്ടല്ലോ അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാളോട് അയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാൾ നമ്മുടെ കിറ്റീനോട് പറയുന്നത് നീ അവനെക്കുറിച്ച് അധികം അന്വേഷിക്കാൻ നിൽക്കണ്ട, അവനൊരു വൃത്തികെട്ടവനാണ്, അവൻ്റെ സ്വഭാവം ശരിയല്ല എന്നൊക്കെയായിരുന്നു. അപ്പോൾ കിറ്റി അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് അയാളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ കിറ്റിയോട് പറയുന്നത് അവൻ്റെ കണ്ണിൽ എപ്പോഴും ഒരു നിഗൂഢത ഒളിഞ്ഞിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നായിരുന്നു. അവൻ എവിടെയാ താമസിക്കുന്നതെന്ന് അറിയാമോ എന്ന് കിറ്റി ഇയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് അതൊന്നും എനിക്കറിയില്ല, പക്ഷേ ഈ മേക്കിലേക്ക് പോകുന്ന ട്രെയിനിൽ വെച്ചിട്ട് ഞാൻ അയാളെ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്നായിരുന്നു. ഇത് കേട്ട കിറ്റി അയാൾ പറഞ്ഞ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ ഈ മേക്ക, നേരെ അങ്ങോട്ടേക്ക് പോയി. അവിടെ എത്തിയ കിറ്റി വരുന്ന ഓരോ ട്രെയിനിലും ഈ കില്ലർ വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അവസാനം ഹുഡിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരാളെ കണ്ടപ്പോൾ നമ്മുടെ കിറ്റിക്ക് അതാണോ കില്ലർ എന്ന് ഡൗട്ട് അടിച്ചു. അവള് നേരെ അയാളെ തന്നെ ഫോളോ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നെങ്കിലും സംഭവം അത് നമ്മുടെ കില്ലർ ആയിരുന്നില്ല.
കില്ലറെ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത വിഷമത്തില് കിറ്റി തിരിച്ച് അവളുടെ അച്ഛന്റെ ടേബിൾ ടെന്നീസ് ക്ലബ് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് എത്തി. അവിടെ എത്തിയ കിറ്റിക്ക് ഒരാൾ അവിടെ തൂങ്ങി നിൽക്കുന്നതായിട്ടുള്ള ഇല്യൂഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അത് അവളുടെ അമ്മയായിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാം. ഇതൊക്കെ ആലോചിച്ച് കിറ്റി അവിടെ നിന്ന് കരയുമ്പോഴായിരുന്നു ഒരാൾ കൂർക്കം വലിക്കുന്നതായിട്ടുള്ള സൗണ്ട് അവൾക്ക് കേൾക്കുന്നത്. അവൾ അവിടെയൊക്കെ നോക്കുമ്പോഴേക്കും അവിടെ ഒരു ചെറിയ മുറിയിലായിട്ട് ഒരാൾ കിടന്നുറങ്ങുന്നതായിട്ട് കാണാം. പക്ഷെ അവനൊരു മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവന്റെ മുഖം വ്യക്തമായിട്ട് കിറ്റിക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ആ മാസ്ക് മാറ്റി നോക്കുമ്പോഴേക്കും നമ്മൾ നേരത്തെ വർക്ക് സൈറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പയ്യനുണ്ടല്ലോ, അവനായിരുന്നു ആ ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ കിറ്റി ഈ മാസ്ക് മാറ്റുന്നത് അവനെ ഉണർത്തിയിട്ടുണ്ടായിരുന്നു. അവൻ എഴുന്നേറ്റപ്പോൾ കിറ്റി അവനോട് ചോദിക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ എവിടെയാണെന്ന്. അത് കേട്ട അവൻ കിറ്റിയോട് നീ ഏതാ എന്ന് ചോദിക്കുമ്പോൾ കിറ്റി അവനോട് തിരിച്ചു ചോദിക്കുന്നത് എൻ്റെ അച്ഛൻ സതോഷി എവിടെ എന്നായിരുന്നു. അത് കേട്ടപ്പോഴായിരുന്നു അവന് കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായത്. അപ്പോൾ അവൻ കിറ്റിയോട് പറയുന്നുണ്ട്, ഓക്കെ ഞാൻ നിന്റെ അച്ഛൻ എവിടെയാണെന്ന് പറഞ്ഞു തരാം, പക്ഷെ നീ എനിക്ക് കാശ് തരേണ്ടി വരുമെന്ന്. അത് കേട്ട് കിറ്റി അവനോട് നീ എൻ്റെ അച്ഛനെ കൊന്നോടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ കുറച്ചു സമയം നഖം കടിച്ച് നിന്നിട്ട് അവിടെ നിന്നും ഒറ്റ ഓട്ടം. കിറ്റി അവന്റെ പുറകെ തന്നെ പോയെങ്കിലും അവന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവന്റെ പാൻറ് അവളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൾ ആ പാൻറിന്റെ പോക്കറ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുന്നുണ്ട്. അപ്പോഴുണ്ട് അവളുടെ അച്ഛന്റെ ഫോൺ ആ പോക്കറ്റിൽ കിടക്കുന്നു. അതുകൂടാതെ കരിന്തോ ഐലൻഡിലേക്ക് പോകുന്ന ഒരു ബോട്ടിന്റെ ടിക്കറ്റും ആ പോക്കറ്റിൽ ഉണ്ടായിരുന്നു. അത് കണ്ട കിറ്റിക്ക് ഇനി അവളുടെ അച്ഛൻ കരിന്തോ ഐലൻഡിലേക്ക് പോയിട്ടുണ്ടാവുമോ എന്ന് തോന്നിയിട്ട് അവളുടെ ഫ്രണ്ട് ഉണ്ടല്ലോ ഫ്രെഡി, അവനോട് അവളുടെ കൂടെ ആ ഐലൻഡിലേക്ക് വരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഫ്രെഡി ആണെങ്കിൽ പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം നീ പോലീസിൽ അറിയിക്കും, വെറുതെ വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കണ്ട, ഇത് എന്തായാലും വയ്യാവേലിയാവും എന്നൊക്കെയാണ്. അത് കേട്ട കിറ്റി പറയുന്നത് പോലീസിൽ അറിയിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്റെ ഗേൾ ഫ്രണ്ട് ആവാം, അങ്ങനെയാണെങ്കിൽ നീ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് വരുമോ എന്ന്. അപ്പോൾ ഫ്രെഡി അതിന് ഓക്കെ പറയുന്നുണ്ട്. കിറ്റിക്കാണെങ്കിൽ ഏത് വിധേനയും ആ ഐലൻഡിലേക്ക് പോയിട്ട് അവളുടെ അച്ഛൻ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കണമായിരുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് ആ ഐലൻഡിലേക്ക് പോയി. അവിടെ എത്തിയിട്ട് അവരവിടെ എല്ലാം തന്നെ നോക്കിയെങ്കിലും അവളുടെ അച്ഛൻ അവിടെ എവിടെയും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു സമയത്തായിരുന്നു കിറ്റി പോലീസ് വണ്ടിയുടെ സൈറൻ കേൾക്കുന്നത്. അപ്പോൾ അടുത്തെവിടെയായിട്ട് എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ടെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. അവര് പെട്ടെന്ന് തന്നെ ആ ഒരു ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. നോക്കുമ്പോഴേക്കുണ്ട് ഒരു വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഒരുപാട് പോലീസും നാട്ടുകാരും ഒക്കെ കൂടിയിട്ട്. അങ്ങനെ കിറ്റി അവിടെ എത്തി നോക്കുമ്പോഴേക്കും അവളുടെ അച്ഛന് എന്തോ ഒരു അപകടം പറ്റിയിട്ട് അവിടെ കിടക്കുന്നതായിട്ട് അവൾ കാണുന്നുണ്ട്. എന്നാൽ ആ ഒരു സീൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കിറ്റി പെട്ടെന്ന് ആ വീടിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും പോലീസുകാർ അവളെ പിടിച്ചു മാറ്റുന്നുണ്ട്. ആ ഒരു സീൻ അവിടെ വെച്ച് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് 3 മാസങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങളാണ്. അതില് നമ്മുടെ സീരിയൽ കില്ലർ ഉണ്ടല്ലോ, ആ ഒരു പയ്യനും ഒരു പെൺകുട്ടിയും കടൽക്കരയിൽ ഇരുന്നിട്ട് എന്തൊക്കെയൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അവളുടെ പേരാണ് സ്റ്റാർലിംഗ്. അപ്പോൾ സ്റ്റാർലിംഗ് ആ പയ്യനോട് പറയുന്നുണ്ട്, നീ നേരിട്ട് കാണുമ്പോഴും ചാറ്റ് ചെയ്യുമ്പോഴും നിന്റെ പെരുമാറ്റത്തിൽ നല്ല വ്യത്യാസമുണ്ടെന്ന്. അത് കേട്ട അവൻ അവളോട് പറയുന്നത് അതെല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്നാണ്. അത് കഴിഞ്ഞിട്ട് അവൻ അവളുടെ ഫോൺ വാങ്ങിയിട്ട് കടലിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് ആൾതാമസമില്ലാത്ത ഒരു അപ്പാർട്ട്മെന്റിലേക്ക് പോയി. അവിടെ എത്തിയിട്ട് അവൻ അവളോട് പറയുന്നുണ്ട് പേടിക്കാൻ പെട്ടെന്ന് തീരുമെന്ന്. എന്നിട്ട് അവളോട് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞിട്ട് അവൻ അവന്റെ ബെൽറ്റ് ഊരിയിട്ട് അവളുടെ കഴുത്തിൽ മുറുക്കാൻ തുടങ്ങുമായിരുന്നു. പക്ഷെ അപ്പോഴായിരുന്നു അവിടേക്ക് 2 പേര് വരുന്നത്, ഒരു പോലീസുകാരനും വേറൊരാളും. എന്നിട്ട് ആ വന്ന ആള് പോലീസുകാരനോട് പറയുന്നുണ്ട്, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ത്രീയുടെ കരച്ചിൽ ഞാൻ കേൾക്കാറുണ്ട്, ഈ അപ്പാർട്ട്മെന്റിലാണെങ്കിൽ ആരും തന്നെ താമസിക്കുന്നില്ലെന്ന്. അപ്പൊ ഇവര് രണ്ടുപേരും വന്നത് അറിഞ്ഞിട്ട് നമ്മുടെ സീരിയൽ കില്ലർ ഉണ്ടല്ലോ, അവൻ സ്റ്റാർലിങ്ങിനോട് മിണ്ടാതിരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ശബ്ദമൊന്നും കേൾക്കാതായാലും വന്നവര് തിരിച്ചു പോകുമെന്നും അവൻ അവളോട് പറയുന്നുണ്ട്. എന്നാൽ ഈ സ്റ്റാർലിംഗ് ഉണ്ടല്ലോ, അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ബോക്സ് തുറന്നു നോക്കി. അതിലാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ തല വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ട് സ്റ്റാർലിംഗ് പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. ഇവളുടെ കരച്ചിൽ കേട്ടിട്ട് പുറത്തു നിന്ന പോലീസിന് ഉള്ളിൽ ആരോ ഉണ്ടെന്ന് മനസ്സിലായി. അവര് വാതില് തുറക്കാൻ നോക്കുമ്പോൾ നമ്മുടെ സീരിയൽ കില്ലർ അവരെ ആക്രമിച്ചിട്ട് അവിടെ നിന്നും ഓടിപ്പോയി. സ്റ്റാർലിംഗ് അവന്റെ പുറകെ തന്നെ പോയിട്ട് എടാ നിൽക്കട ഞാനും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും തന്നെ കേൾക്കാതെ പെട്ടെന്ന് അവിടെ നിന്നും ഓടി മറഞ്ഞു. അങ്ങനെ അവൻ അവിടെ നിന്ന് നേരെ പോയത് ആ ഒരു ഐലൻഡ് ഉണ്ടല്ലോ അങ്ങോട്ടേക്കായിരുന്നു. അന്ന് രാത്രി അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുഹയിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും ആൾക്ക് നന്നായിട്ട് തന്നെ വിശക്കാൻ തുടങ്ങി. അവിടെ എന്തെങ്കിലും തിന്നാനുണ്ടാവുമോ എന്ന് നോക്കി ഇറങ്ങിയ ആൾക്ക് ഒന്നും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഒച്ചിനെ പിടിച്ച് തിന്നാൻ പോകുമ്പോഴായിരുന്നു ഒരു വയസ്സായ അപ്പൂപ്പൻ അവനെ ഓറഞ്ച് തരാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അവൻ അയാളുടെ കയ്യിൽ നിന്നും ഓറഞ്ച് വാങ്ങി കഴിക്കുന്നുണ്ട്. എന്നിട്ട് ഈ അപ്പൂപ്പൻ അവനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നത് അവൻ്റെ നോവലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ്, നോവൽ എഴുതാൻ വേണ്ടിയിട്ട് ഇതുപോലെ മനോഹരമായ സ്ഥലങ്ങളിലേക്ക് ഞാൻ പോകാറുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ അപ്പൂപ്പൻ പറയും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാളും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകാമെന്ന്. അങ്ങനെ അവരൊരു മലമുകളിലേക്ക് എത്തി. അവിടെ ഉണ്ടായിരുന്ന വ്യൂ ഒക്കെ ആസ്വദിച്ച് നിൽക്കുമ്പോഴായിരുന്നു മഴ പെയ്തത്. അങ്ങനെ ഈ അപ്പൂപ്പൻ അവനെയും കൂട്ടിയിട്ട് നേരെ ഇയാളുടെ വീട്ടിലേക്ക് പോയി.
അവിടെ എത്തിയിട്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു നമ്മുടെ അപ്പൂപ്പനുണ്ടല്ലോ പുള്ളിക്കാരൻ ആളോട് ചോദിക്കുന്നത് നിനക്ക് പോൺ വീഡിയോസ് കാണണോ എന്ന്. അപ്പോൾ നമ്മുടെ കില്ലർ അപ്പൂപ്പനോട് പറയുന്നുണ്ട് എനിക്ക് അതിലൊന്നും തന്നെ താല്പര്യമില്ലെന്ന്. അപ്പോൾ അപ്പൂപ്പൻ പിന്നെ നിനക്ക് എന്തിലാ താല്പര്യമെന്ന് അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് എനിക്ക് ഓടി നടക്കുന്ന പെൺപിള്ളേരെ ഇഷ്ടമല്ല എന്നായിരുന്നു. അത് കേട്ടിട്ട് അപ്പൂപ്പൻ പറയും ഓക്കെ അങ്ങനത്തെ ടൈപ്പ് സംഭവങ്ങളും എൻ്റെ കയ്യിലുണ്ടെന്ന്. നോക്കുമ്പോഴേക്കും നമ്മുടെ അപ്പൂപ്പൻ്റെ കയ്യിൽ ഈ വീഡിയോസിൻ്റെ ഒക്കെ ഒരു വലിയ കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് അപ്പൂപ്പൻ അവിടെ ഉണ്ടായിരുന്ന TV-യിൽ ഒരു വീഡിയോ പ്ലേ ചെയ്തു. പക്ഷേ ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ കാലിൽ സോക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട കില്ലറിന് എന്തൊക്കെയോ ഓർമ്മ വന്നിട്ട് അവൻ എന്താ ചെയ്തേന്ന് വെച്ചാൽ ഈ അപ്പൂപ്പനെ ഒറ്റ വെട്ടിന് കൊന്നു. എന്നിട്ട് ഈ മരിച്ചു കിടക്കുന്ന അപ്പൂപ്പനുണ്ടല്ലോ ആളുടെ തല ഒരു ബക്കറ്റ് കൊണ്ട് മറച്ചു വെച്ചിട്ട് ആളുടെ കാലിൽ അവിടെ ഉണ്ടായിരുന്ന 2 സോക്സ് ഇട്ട് കൊടുത്തിട്ട് അവൻ അവിടെ അത് നോക്കി നിന്നിട്ട് മാസ്റ്റർബേറ്റ് ചെയ്തു. സംഭവം നമ്മുടെ കില്ലറിന് ഇങ്ങനെയുള്ള സോക്സ് ഇട്ട കാലുകൾ കാണുമ്പോൾ സെക്ഷൽ ഫീലിങ്സ് ഉണ്ടാവാറുണ്ട്. എന്നിട്ട് ഇവൻ ആ അപ്പൂപ്പന്റെ ബോഡി വെട്ടിക്കൂട്ടിയിട്ട് ഒരു പെട്ടിയിലാക്കിയിട്ട് ആ അപ്പൂപ്പന്റെ വീട്ടിൽ തന്നെ താമസിക്കാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറിൽ അവന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ അവൻ ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ എങ്ങനെയാണ് മരിക്കേണ്ടത്, എങ്ങനെ സൂയിസൈഡ് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ടുള്ള മെസ്സേജുകളായിരുന്നു. അതിലൊരാള് ഇവനെ നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ നേരെ ആ ഐലൻഡിൽ നിന്നും തിരിച്ച് അവന്റെ നാട്ടിലേക്ക് തന്നെ വന്നു. പക്ഷേ നാട്ടിലെത്തിയപ്പോഴായിരുന്നു കഥയിൽ പുതിയൊരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. എന്താണെന്ന് വെച്ചാൽ സതോഷി ഉണ്ടല്ലോ ആള് ഈ കില്ലറെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സീൻ അവിടെ വെച്ച് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് 13 മാസങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങളാണ്. അതായത് കിറ്റിയുടെ അമ്മയുണ്ടല്ലോ സതോഷിയുടെ വൈഫ്, പുള്ളിക്കാരി മരിക്കുന്നതിനേക്കാളും മുൻപുള്ള കാര്യങ്ങൾ. സതോഷിയുടെ വൈഫിന് ALS എന്ന് പറയുന്ന ഒരു രോഗം ബാധിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ ഒന്ന് നടക്കാനോ ഇരിക്കാനോ ഫുഡ് കഴിക്കാനോ ഒന്നും തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. താനിങ്ങനെ ഈ രോഗവും വെച്ചിട്ട് എല്ലാവരെയും കഷ്ടപ്പെടുത്തുവാണല്ലോ എന്ന് കരുതി അവൾക്ക് നല്ല കുറ്റബോധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവള് സതോഷിയോട് അവൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ സതോഷിക്കാവട്ടെ അയാളുടെ വൈഫിനെ അത്രമാത്രം ഇഷ്ടമായിരുന്നു. മാത്രമല്ല അവൾക്ക് ഇങ്ങനെ ഒരു രോഗം വന്നതിൽ ആൾക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അവളുടെ ചികിത്സയ്ക്കായിട്ട് സതോഷി കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പൈസയും ചെലവാക്കിയെങ്കിൽ അവളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അയാൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം സതോഷി അയാളുടെ വൈഫിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. പക്ഷേ അപ്പോഴായിരുന്നു കഥയിൽ വേറൊരു ട്വിസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ സതോഷിയുടെ വൈഫിനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഹോസ്പിറ്റൽ ഉണ്ടല്ലോ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു നമ്മുടെ കഥയിലെ കില്ലർ. അവൻ സതോഷിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ നല്ലതുപോലെ തന്നെ കഷ്ടപ്പെടുന്നുണ്ട്, അതോർത്ത് നിങ്ങൾക്കും നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം, കുറച്ചു നേരം എന്നോട് സംസാരിച്ചാൽ നിങ്ങളുടെ വിഷമം ഒന്ന് കുറഞ്ഞു കിട്ടുമെന്ന്. എന്നാൽ സതോഷി എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്ത് നിന്നും എഴുന്നേറ്റ് പോയി. ആ സീൻ ഇവിടെ വെച്ച് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് സതോഷിയുടെ വീടായിരുന്നു. സതോഷി അയാളുടെ വീട്ടിലേക്ക് കയറി വരുമ്പോഴേക്കും അയാളുടെ ഭാര്യ ഉണ്ടല്ലോ അവൾ ഒരു മഞ്ഞ കയറിൽ സ്വയം ജീവൻ ഒടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ടായിരുന്നു. സതോഷി കുറച്ചു നേരം അത് നോക്കി നിന്നെങ്കിലും ഈ കയറ് പൊട്ടിയിട്ട് അവൾ താഴെ വീഴുന്നുണ്ട്. അപ്പോൾ മാത്രമായിരുന്നു സതോഷിക്ക് സ്വബോധം തിരിച്ചു കിട്ടുന്നത്. അയാൾ പെട്ടെന്ന് തന്നെ വന്നിട്ട് തന്റെ ഭാര്യയെ എഴുന്നേൽപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവൾക്ക് അപ്പോഴും മരിക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അവള് സതോഷിയുടെ കൈയെടുത്തിട്ട് അവളുടെ കഴുത്തിൽ വെച്ചിട്ട് അമർത്തിയിട്ട് തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് അയാളോട് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ സതോഷിക്ക് അതിനൊന്നും തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം സതോഷി തന്റെ ഭാര്യ മുൻപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പോസ്റ്റുകൾ ഓരോന്നായിട്ട് വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിൽ നിന്നും അവൾ എത്രമാത്രം വേദനയും വിഷമവും അനുഭവിക്കുന്നുണ്ടെന്ന് സതോഷിക്ക് മനസ്സിലായി. അങ്ങനെ അവൾ ഇനിയും വേദന സഹിക്കേണ്ടെന്ന് കരുതിയിട്ട് അവളെ കൊല്ലാൻ തന്നെ നമ്മുടെ സതോഷി തീരുമാനിച്ചു. എന്നിട്ട് അവളുടെ കഴുത്തിൽ അമർത്തിയിട്ട് അവളെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഭാര്യയെ എത്രമാത്രം സ്നേഹിക്കുന്ന സതോഷിക്ക് അതിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം ഭാര്യയുമായിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ എത്തിയ സതോഷി അവിടെ വെച്ച് വീണ്ടും ആ കില്ലറെ കണ്ടുമുട്ടുന്നുണ്ട്. അവൻ സതോഷിയോട് പറയുന്നത് നിങ്ങളുടെ ഭാര്യയെ പോലെ ഇങ്ങനെയുള്ള രോഗങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും മരണത്തിലൂടെ മാത്രമേ മോചനം ലഭിക്കൂ എന്നാണ്. കൂടാതെ അവർക്ക് വേണ്ടി കൂടെയുള്ളവർ ഇത്രയും പണവും സമയവും ചെലവഴിക്കുന്നത് അവർക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല എന്നും. അത് കേട്ട സതോഷി നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് നിങ്ങളുടെ ഭാര്യയെ ഞാൻ മോചിപ്പിക്കാമെന്നാണ്. ശരിക്കും പറഞ്ഞാൽ സതോഷിയും ഇപ്പോൾ അത് ആഗ്രഹിക്കുന്നു. തന്റെ ഭാര്യയെ ഇനിയും കൂടുതൽ വേദന അനുഭവിപ്പിക്കാതെ അവളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഇതിനോടകം തന്നെ സതോഷി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സതോഷി അയാളുടെ ഭാര്യയുമായിട്ട് അടുത്ത ദിവസം ആ ഒരു ടേബിൾ ടെന്നീസ് ക്ലബ് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ നമ്മുടെ കില്ലറും അവിടെ ഉണ്ടായിരുന്നു. അവൻ സതോഷിയുടെ ഭാര്യയെ കൊല്ലാനായിട്ട് എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. തന്റെ ഭാര്യ മരിക്കുന്നത് കാണാൻ കഴിയാതെ സതോഷി അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ആ കില്ലർ എന്താ ചെയ്തതെന്ന് വെച്ചാല് സോക്സ് എടുത്തിട്ട് ഈ സതോഷിയുടെ ഭാര്യയുടെ കാലിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അവന് സോക്സ് ഇട്ട കാലുകൾ കാണുന്നത് അത്രയ്ക്കും ഇഷ്ടമായിരുന്നല്ലോ. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ കില്ലർ വന്നിട്ട് സതോഷിയോട് പറയുന്നുണ്ട് കഴിഞ്ഞു എന്ന്. കൂടാതെ ഈ കാര്യം താൻ ഫ്രീ ആയിട്ടൊന്നുമല്ല ചെയ്തതെന്നും 2 ലക്ഷം yen ഇതിന് പ്രതിഫലം വേണമെന്നും അവൻ സതോഷിയോട് പറയുന്നുണ്ട്. എന്നാൽ സതോഷിയാകട്ടെ
അതൊട്ടും തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അയാൾ ക്യാഷ് പിന്നെ തരാമെന്ന് പറഞ്ഞിട്ട് കില്ലറെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സതോഷി ഈ കില്ലർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിട്ട് പോകുന്നതാണ്. അപ്പൊ ആ കില്ലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കാര്യം വീണ്ടും ചെയ്താലോ എന്നാണ്. അത് കേട്ട സതോഷി നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നത്, നിങ്ങളുടെ ഭാര്യയെ പോലെ ഈ ലോകത്ത് മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ആർക്കും തന്നെ മരിക്കാൻ സാധിക്കുന്നില്ല. നമുക്ക് അവർക്കെല്ലാം നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുത്തതുപോലെ മോക്ഷം കൊടുത്താലോ എന്നാണ്. ഇത് കേട്ട സതോഷി നിനക്കെന്താ ഭ്രാന്താണോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കില്ലർ തടഞ്ഞിട്ട് അയാളോട് വീണ്ടും പറയുന്നുണ്ട്, ഇതൊരിക്കലും കൊലപാതകമല്ല, അവരെല്ലാം മരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഭാര്യയും അത് തന്നെയല്ലേ ആഗ്രഹിച്ചത്? അവരെ പോലെ നമുക്ക് എല്ലാവരെയും രക്ഷിച്ചൂടെ എന്ന് സതോഷിയോട് ചോദിക്കുമ്പോൾ സതോഷി അതിൽ വീണു പോകുന്നു. കൂടാതെ ഈ വിക്ടിംസിന്റെ കയ്യിൽ നിന്നെല്ലാം പ്രതിഫലം കൂടി വാങ്ങാമെന്ന് പറയുന്നത് നമ്മുടെ സതോഷിക്ക് ഒരു ആശ്വാസവും ആകുന്നുണ്ട്. കാരണം സതോഷിക്ക് പൈസയ്ക്ക് അത്രയ്ക്കും ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ അവർ കുറച്ച് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് തുടങ്ങിയിട്ട് അതിലൂടെ അവരുടെ ഇരകളെ കണ്ടെത്താൻ തുടങ്ങി. സോഷ്യൽ മീഡിയാസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ സതോഷിയായിരുന്നു. ഇരകളെ കൊല്ലുന്ന ജോലി കില്ലറും ഏറ്റെടുത്തു. ഈ ഇരകൾക്കെല്ലാം എങ്ങനെ മെസ്സേജ് അയക്കണമെന്നും അവരെ എവിടെ കൊണ്ടുവരണമെന്നും ഒക്കെ കില്ലർ സതോഷിക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരുന്നു. കൂടാതെ ഓരോ കൊലപാതകം കഴിയുമ്പോഴും സതോഷിക്ക് കൃത്യമായിട്ടുള്ള പ്രതിഫലവും നമ്മുടെ കില്ലർ അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ അധിക നാൾ കഴിയാതെ തന്നെ ഈ കൊലപാതകങ്ങളെല്ലാം തന്നെ പോലീസ് കണ്ടുപിടിക്കുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, സ്റ്റാർലിങ്ങിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ കില്ലർ ഒരു ആൾതാമസമില്ലാത്ത അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നത്. അവിടെ അപ്പോൾ ഒരു പോലീസുകാരനും വേറൊരാളും വന്നിട്ട് പരിശോധിക്കുന്നുണ്ടായിരുന്നില്ലേ. അവിടെ നിന്നും കില്ലർ ഓടിപ്പോയിട്ടുണ്ടായിരുന്നെങ്കിലും 8 പേരുടെ മൃതദേഹങ്ങൾ ആ അപ്പാർട്ട്മെന്റിൽ നിന്നും പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. എന്നാൽ ഈ കില്ലർ മാത്രമാണ് ഈ കൊലപാതകങ്ങൾക്ക് എല്ലാം തന്നെ ഉത്തരവാദി എന്നായിരുന്നു പോലീസുകാർ വിശ്വസിച്ചത്. നമ്മുടെ സതോഷിയുടെ കാര്യം അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം തന്നെ TV ന്യൂസിലൂടെ അറിഞ്ഞ സതോഷി ആകെ പേടിച്ചു പോയി. കില്ലറെ പോലീസുകാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ തന്നെയും തേടി വരുമെന്ന് സതോഷിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്തെ പരിഭ്രാന്തിയിൽ നമ്മുടെ സതോഷി ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാല് നമ്മൾ ആദ്യത്തെ ഭാഗത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല, കിറ്റിയോട് താൻ സീരിയൽ കില്ലറെ നേരിട്ട് കണ്ടുവെന്നും അവനെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാല് 3 മില്യൺ yen പോലീസിൽ നിന്നും റിവാർഡ് കിട്ടുമെന്നും പറയുന്നത്. ശരിക്കും പറഞ്ഞാല് ആ ടൈമിൽ എസ്കേപ്പ് ആവാനുള്ള സതോഷിയുടെ ഒരു പ്ലാൻ മാത്രമായിരുന്നു അത്. അങ്ങനെ അവിടെ നിന്നും എസ്കേപ്പ് ആയ സതോഷി നേരെ കില്ലറെ കാണാനായിട്ട് പോകുന്നുണ്ട്. അവനാണെങ്കിൽ നമ്മൾ നേരത്തെ ഒരു അപ്പൂപ്പനെ കൊല്ലുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അയാളെ കൊന്നിട്ട് ആ ഐലൻഡിൽ നിന്നും തിരിച്ചു വന്നിരിക്കുന്ന സമയമായിരുന്നു അത്. അങ്ങനെ ഈ കില്ലറെ പോലീസ് കാണാതെ എവിടെയെങ്കിലും തന്നെ താമസിപ്പിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ സതോഷി ആ കില്ലറെയും കൂട്ടിയിട്ട് ആ ടേബിൾ ടെന്നീസ് ക്ലബിലേക്ക് പോകുന്നുണ്ട്. അവനോട് തൽക്കാലത്തേക്ക് അവിടെ താമസിച്ചോളാനും പറയുന്നുണ്ട്. ആ ക്ലബിലെത്തിയ സതോഷി കില്ലറോട് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നീ നേരത്തെ കൊല്ലാനായി ശ്രമിച്ചിട്ടുണ്ടായിരുന്ന ആ സ്റ്റാർലിംഗ് ഉണ്ടല്ലോ, അവള് മരിക്കാൻ വേണ്ടിയിട്ട് ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടി. എന്നാൽ അവൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളുടെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞിട്ട് അവളിപ്പോൾ കിടപ്പിലാണെന്ന്. പക്ഷേ എന്നിട്ടും അവൾക്ക് മരിക്കാൻ തന്നെയായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് തന്നെ സതോഷിക്ക് അവൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവളെ കൊല്ലുന്നതിനുള്ള പ്രതിഫലമായിട്ട് 3 മില്യൺ yen കൊടുക്കാമെന്നും അവൾ പറഞ്ഞെന്ന് സതോഷി പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും കില്ലർ അത് വിശ്വസിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. 3 മില്യൺ yen ഒന്നും അവളുടെ കയ്യിൽ ഉണ്ടാവില്ല എന്നായിരുന്നു അവൻ പറയുന്നത്. മാത്രമല്ല ഇത് പോലീസിന്റെ പ്ലാൻ ആവാൻ ചാൻസ് ഉണ്ടെന്നും അവൻ പറയുന്നുണ്ട്. അത് കേട്ട സതോഷി എന്തായാലും ഞാൻ പോയിട്ടൊന്ന് അന്വേഷിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും കില്ലർ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ സതോഷി കില്ലർ പറയുന്നതൊന്നും കൂട്ടാക്കാതെ അവളുടെ അടുത്ത് പോയിട്ട് അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു. കൂടാതെ സതോഷിയുടെ ഫോൺ കില്ലറിന്റെ കയ്യിൽ കൊടുത്തിട്ട് തൽക്കാലത്തേക്ക് നീ ഇത് ഉപയോഗിച്ചോളൂ എന്നും ഞാൻ നിന്നെ പബ്ലിക് ഫോണിൽ നിന്നും കോണ്ടാക്ട് ചെയ്തോളാം എന്നും അവൻ പറയുന്നുണ്ട്. കൂടാതെ സതോഷിയുടെ വസ്ത്രങ്ങളൊക്കെ അവന് കൊടുത്തിട്ട് സതോഷി വർക്ക് ചെയ്യുന്ന ആ ഒരു വർക്ക് സെന്റർ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് അവനോട് ജോലി ചെയ്യാനും അയാൾ പറയുന്നുണ്ട്. അഥവാ സതോഷി പോലീസ് പിടിയിലായാൽ തന്നെ ആ കില്ലർ ജോലി ചെയ്ത് കിട്ടുന്ന ആ ഒരു പൈസ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് കില്ലർക്ക് ഈ നാട്ടിൽ നിന്നും പോകാമെന്നും കൂടി പറയുന്നതോടെ കില്ലർ കൺവിൻസ് ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, കിറ്റി അവളുടെ അച്ഛൻ വർക്ക് ചെയ്യുന്ന ആ ഒരു വർക്ക് സൈറ്റിലേക്ക് പോകുമ്പോൾ ഈ കില്ലർ സതോഷി എന്ന പേരിൽ അവിടെ വർക്ക് ചെയ്യുന്നതും ഇവളുടെ അച്ഛന്റെ ഫോൺ അയാളുടെ കയ്യിലുണ്ടായിരുന്നതും. ശരിക്കു പറഞ്ഞാൽ ഇതെല്ലാം തന്നെ സതോഷി പറഞ്ഞിട്ടായിരുന്നു ഈ കില്ലർ ചെയ്തത്. അങ്ങനെ സതോഷി ഈ കില്ലറോട് ആ ടേബിൾ ടെന്നീസ് ക്ലബിൽ തന്നെ റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴായിരുന്നു കില്ലർ വേറൊരു കാര്യം പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ കില്ലർ സതോഷിയെ ഇവന്റെ കൂടെ കൂട്ടിയത് എന്തിനാണെന്നാൽ അഥവാ അവൻ പിടിക്കപ്പെടുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും, അതായത് എല്ലാ കൊലപാതകങ്ങളും സതോഷിയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഇവന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള ഈ സതോഷിയുടെ പെരുമാറ്റം കണ്ടിട്ട് കില്ലർക്ക് സതോഷിയോട് കുറച്ചൊക്കെ സഹതാപം തോന്നുന്നുണ്ട്. മാത്രമല്ല അഥവാ അവൻ പിടിക്കപ്പെട്ടാലും സതോഷിയുടെ പേര് ഒരിക്കലും പോലീസിനോട് പറയില്ലെന്നും അവൻ സതോഷിക്ക് വാക്കു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാർലിങ്ങിനെയും കൂട്ടിയിട്ട് ഈ ക്ലബിലേക്ക് തന്നെ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് സതോഷി അവിടെ നിന്നും ഇറങ്ങി. അങ്ങനെ അയാൾ നേരെ സ്റ്റാർലിങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടൽ റൂമിലേക്കായിരുന്നു പോകുന്നത്.
അവളാണെങ്കിൽ കൈയും കാലും ഒക്കെ ഒടിഞ്ഞിട്ട് ഒരു വീൽ ചെയറിൽ ഇരിക്കുമായിരുന്നു. അവൾക്കാണെങ്കിൽ മരിക്കാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമവും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സതോഷി രണ്ടാമതൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് സ്റ്റാർലിങ്ങിനെയും കൂട്ടിയിട്ട് ഈ ടേബിൾ ടെന്നീസ് ക്ലബിലേക്ക് വന്നു. പക്ഷേ അപ്പോഴായിരുന്നു സതോഷി അവിടെ ഒരു കാഴ്ച കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിറ്റി ഉണ്ടല്ലോ, അവള് ആ ഫ്രെഡിയോട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നില്ലേ ആ ഒരു ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ഭാഗത്ത് കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു സീൻ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സതോഷി ഇതെല്ലാം തന്നെ ജനലിലൂടെ കാണുന്നുണ്ടായിരുന്നു. മാത്രമല്ല അവിടെ എത്തിയ കിറ്റി ഓൾറെഡി ഈ കില്ലറെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അവൻ ഒരു ചെറിയ റൂമിൽ ഉറങ്ങി കിടക്കുന്നത്. എന്നാൽ കിറ്റിയെ കണ്ട അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ സതോഷി ഈ സ്റ്റാർലിങ്ങിനെയും കൂട്ടിയിട്ട് അവിടെ എത്തുമ്പോഴേക്കും അവിടെ കില്ലർ ഉണ്ടായിരുന്നില്ല. അവൻ ഓൾറെഡി അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ സ്റ്റാർലിങ്ങിനെ കൊല്ലാനുള്ള രണ്ടാമത്തെ പ്ലാനും തകർന്നതിൽ നമ്മുടെ സതോഷിയും സ്റ്റാർലിങ്ങും ഭയങ്കര നിരാശയോടെ തിരിച്ചു പോവുകയായിരുന്നു. അപ്പോഴായിരുന്നു സ്റ്റാർലിങ്ങിന്റെ ഫോണിലേക്ക് ഈ കില്ലർ വിളിക്കുന്നത്. അവൻ സതോഷിയോട് പ്ലാനിൽ ചെറിയ മാറ്റം ഉണ്ടെന്നും നാളെ അവളെയും കൂട്ടിയിട്ട് കരിന്തോ ഐലൻഡിലേക്ക് വരാനും പറയുന്നുണ്ട്. അവിടെ വെച്ചിട്ട് സ്റ്റാർലിങ്ങിനെ കൊല്ലാമെന്നും അയാൾ പറയുന്നുണ്ട്. പക്ഷേ ഇതേ സമയം തന്നെ കിറ്റി അവളുടെ അച്ഛൻ ഈ കരിന്തോ ഐലൻഡിലേക്ക് പോയിട്ടുണ്ടെന്ന് കരുതിയിട്ട് നമ്മുടെ ഫ്രെഡിയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവാനും നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും അടുത്ത ദിവസം ഒരുമിച്ച് ഈ കരിന്തോ ഐലൻഡിൽ ലാൻഡ് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഇനി അടുത്തതായി നടക്കുന്ന എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ സ്റ്റാർലിങ്ങിനെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ സതോഷി ഈ കരിന്തോ ഐലൻഡിലേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തിയ അവരോട് ഈ കില്ലർ ആ ഒരു അപ്പൂപ്പന്റെ വീടുണ്ടായിരുന്നല്ലോ, അവൻ നേരത്തെ കൊന്നിട്ടുണ്ടായിരുന്ന അയാളുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആ വീട്ടിലെത്തിയ സതോഷി കില്ലറോട് ഈ വീടിന്റെ ഉടമസ്ഥൻ എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയം തന്നെ അടുത്തുള്ള ഒരു പെട്ടിയിൽ ഒരാളെ വെട്ടിക്കൂട്ടി ഇട്ടേക്കുന്നതും ഇയാൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ സതോഷിക്ക് ഈ കില്ലർ ഈ വീടിന്റെ ഉടമസ്ഥനെയും കൊന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. എന്നിട്ട് കില്ലർ സതോഷിയോട് സ്റ്റാർലിങ്ങിനെ അവിടെ ആക്കിയിട്ട് അവനോട് പുറത്തേക്ക് പോയി നിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. സ്റ്റാർലിംഗ് ആണെങ്കിൽ 3 മില്യൺ yen പ്രതിഫലം നമ്മുടെ കില്ലർക്ക് കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ കില്ലർ അവന്റെ ബെൽറ്റ് ഊരിയിട്ട് നമ്മുടെ സ്റ്റാർലിങ്ങിന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് തുടങ്ങുകയായിരുന്നു. മാത്രമല്ല അവൻ സ്റ്റാർലിങ്ങിന്റെ കാലിലും ആ 2 വെളുത്ത സോക്സുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കില്ലർ സ്റ്റാർലിങ്ങിനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സതോഷി ആ വീടിനുള്ളിലേക്ക് ഓടി വരുന്നത്. വന്ന പാടെ അവൻ കില്ലറോട് പറയുന്നത്, ആരോ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അവരെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു, എന്നാൽ അവർ ഇങ്ങോട്ട് തന്നെ വരികയാണ്, നീ ഒരു കാര്യം ചെയ്യ്, അവരിൽ നിന്നും രക്ഷപ്പെടാൻ ഈ കത്തി ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കത്തി എടുത്തിട്ട് ഈ കില്ലറുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. കില്ലർ ആ കത്തി വാങ്ങിയിട്ട് ആരാ വരുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഡോറിനടുത്തേക്ക് പോയി. ആ ഒരു സമയത്തായിരുന്നു നമ്മുടെ സതോഷി ഒരു ചുറ്റിക എടുത്തിട്ട് ഈ കില്ലറെ ബാക്കിൽ നിന്നും തലേക്ക് അടിക്കുന്നത്. നമ്മൾ ആദ്യത്തെ സീനിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ഈ സതോഷി ഒരു ചുറ്റിക എടുത്തിട്ട് ഒരാളെ എങ്ങനെ അടിച്ചു വീഴ്ത്താമെന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ പ്രാക്ടീസ് ഇതിന് വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് സതോഷി ഈ ചുറ്റിക യൂസ് ചെയ്തിട്ട് ആ കില്ലറെ അവിടെ അടിച്ചു കൊല്ലുന്നുണ്ട്. കൂടാതെ പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൻ നേരത്തെ ആ കില്ലർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന കത്തി ഉണ്ടായിരുന്നല്ലോ, അത് ഉപയോഗിച്ചിട്ട് സതോഷി അവന്റെ വയറ്റിൽ തന്നെ കുത്തിയിട്ട് സ്വയം ഒരു മുറിവേൽപ്പിക്കുന്നുണ്ട്. എന്നാൽ അവൻ ഈ കത്തി പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലൗസ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് എന്തിനാണെന്ന് വെച്ചാൽ നേരത്തെ സതോഷി ഈ കത്തി കില്ലറുടെ കയ്യിൽ കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ, അതിലപ്പോൾ കില്ലറുടെ ഫിംഗർ പ്രിന്റ് പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഈ കില്ലറാണ് സതോഷിയെ കുത്തിയതെന്ന് ഫിംഗർ പ്രിന്റിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർക്ക് മനസ്സിലാകുമല്ലോ. കൂടാതെ ഈ സതോഷി അവിടെ ഉണ്ടായിരുന്ന ഫോണിൽ നിന്നും പോലീസുകാരെ വിളിച്ചിട്ട് തനിക്ക് കുത്തേറ്റിട്ടുണ്ടെന്നും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വരാനും പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴായിരുന്നു നമ്മുടെ സ്റ്റാർലിംഗ് എഴുന്നേറ്റ് വരുന്നത്. സംഭവം അവൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ സതോഷിയുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ കൊന്നു തരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ സതോഷി ആദ്യം അതിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവളെ ജീവനോടെ പോലീസുകാർക്ക് കിട്ടിയാൽ അവൾ എന്തായാലും സതോഷിയും ഇതിൽ പങ്കാളിയാണെന്ന് അവരോട് പറയും. അങ്ങനെയാണെങ്കിൽ എന്തായാലും പോലീസുകാർ ഈ സതോഷിയെ അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ സതോഷി അവളെ അവിടെ ഉണ്ടായിരുന്ന ബെൽറ്റ് യൂസ് ചെയ്തിട്ട് കഴുത്ത് മുറുക്കി കൊല്ലുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അയാൾ 2 കൊലപാതകങ്ങളാണ് ആ ഒരു സമയത്തിനുള്ളിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോലീസുകാർ ആ വീട്ടിലേക്ക് എത്തി. അതേ സമയം തന്നെ നമ്മുടെ കിറ്റിയും ഫ്രെഡിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ ഭാഗത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ഒരു പോലീസ് സൈറൻ കേട്ടിട്ട് നമ്മുടെ കിറ്റി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വീടിനടുത്തേക്ക് ഓടുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിലേക്കായിരുന്നു. അവിടെ എത്തിയ കിറ്റി ആദ്യം കാണുന്നത് ഈ കില്ലർ അച്ഛന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടെ കിടക്കുന്നതാണ്. അത് കണ്ട കിറ്റി ആദ്യം തെറ്റിദ്ധരിക്കുന്നത് തന്റെ അച്ഛനാണ് മരിച്ചു കിടക്കുന്നത് എന്നാണ്. പക്ഷേ അവൾ അടുത്ത് പോയി നോക്കുമ്പോഴാണ് അത് അവളുടെ അച്ഛനല്ലെന്നും തൊട്ടടുത്ത് തന്നെ ജീവനോടെ അച്ഛൻ കിടക്കുന്നതും അവൾ കാണുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ പരിക്ക് പറ്റിയ സതോഷിയെ അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സീനിൽ കാണിക്കുന്നത് ഈ സതോഷിയുടെ അടുത്തേക്ക് പോലീസുകാർ മൊഴിയെടുക്കാൻ വരുന്നതാണ്. അവരോട് ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിഷാദ രോഗത്തിലായിട്ടുണ്ടായിരുന്ന തനിക്ക് ഫുൾ ടൈം ജോലിക്കൊന്നും തന്നെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഈ സീരിയൽ കില്ലറെ കാണിച്ചു കൊടുക്കുന്നവർക്ക് 3 മില്യൺ yen പ്രതിഫലം ലഭിക്കുമെന്നുള്ള ന്യൂസ് ഇയാൾ കാണുന്നത്.
അങ്ങനെ തനിക്കും വളർന്നു വരുന്ന തന്റെ മകൾക്കും വേണ്ടിയിട്ട് ഇയാൾ ഈ കില്ലർ അന്വേഷിച്ചിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങി. എന്നാൽ കില്ലറുടെ അടുത്തെത്തിയ സതോഷിയെ ഈ കില്ലർ അവിടെ പിടിച്ചു വെക്കുന്നുണ്ട്. മാത്രമല്ല സതോഷിയുടെ ഫോണും ജോലിക്കിടുന്ന ഡ്രസ്സും എല്ലാം അവൻ കൈക്കലാക്കി. കൂടാതെ അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് സ്റ്റാർലിങ്ങിനെ ആ വീട്ടിലേക്ക് എത്തിക്കാനും പറയുന്നുണ്ട്. അങ്ങനെ ഒരു വഴിയും ഇല്ലാതെയാണ് സ്റ്റാർലിങ്ങിനെയും കൂട്ടിയിട്ട് സതോഷി ആ വീട്ടിലേക്ക് പോകുന്നത്. പക്ഷെ പോലീസുകാർക്ക് സതോഷിയുടെ മൊഴിയിലൊക്കെ ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാൽ അയാളും കുറ്റവാളിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് തക്കതായ തെളിവുകളൊന്നും അവരുടെ പക്കലില്ലായിരുന്നു. ആ സീൻ അവിടെ വെച്ച് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് സതോഷി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി. എന്നിട്ട് അയാൾ നേരെ ആ ഐലൻഡിലേക്ക് പോയിട്ട് അവിടെ ഒരു പ്രദേശത്ത് ഒരു കുഴിയെടുക്കുന്നതാണ്. ആ കുഴിയിലാണെങ്കിൽ സ്റ്റാർലിങ് കില്ലറിന് കൊടുത്തിട്ടുണ്ടായിരുന്ന പൈസ ഉണ്ടല്ലോ, 3 മില്യൺ yen, അത് ഈ സതോഷി അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതെടുത്ത് നോക്കുമ്പോഴായിരുന്നു അയാൾ ശരിക്കും ഞെട്ടിപ്പോയത്. എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റാർലിങ് അവരെ പറ്റിക്കുകയായിരുന്നു. അത് ശരിക്കും 3 മില്യൺ yen ഒന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം തന്നെ വെറും പേപ്പർ കഷ്ണങ്ങൾ മാത്രമായിരുന്നു. അങ്ങനെ നിരാശയോടെ നമ്മുടെ സതോഷി തിരിച്ച് വീട്ടിലേക്ക് പോയി. അവിടെ എത്തിയ അയാൾക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയയും ഇല്ലായിരുന്നു. അപ്പോഴായിരുന്നു അയാൾക്ക് ഈ ഇരകളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവര് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ച ഒരു പേപ്പർ കഷ്ണം കിട്ടുന്നത്. ഇനിയും ഇങ്ങനെ തന്നെ ക്യാഷ് ഉണ്ടാക്കാമെന്ന് കരുതിയ സതോഷി വീണ്ടും ആ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്തു. അതിലാണെങ്കിൽ എങ്ങനെ മരിക്കണം എന്നതിനെ കുറിച്ചിട്ട് സഹായം ചോദിച്ചുകൊണ്ട് ഈ സതോഷിക്ക് മനാറ്റി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴായിരുന്നു വേറൊരു ട്വിസ്റ്റ് മനസ്സിലാകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ കിറ്റി തന്നെയായിരുന്നു. അവളുടെ കയ്യിൽ ഈ സതോഷിയുടെ പഴയ ഫോൺ ഉണ്ടായിരുന്നല്ലോ, കില്ലറിന്റെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഒക്കെ ലോഗിൻ ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ കിറ്റിക്ക് ഇവളുടെ അച്ഛൻ എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവള് തന്നെയായിരുന്നു മനാറ്റി എന്ന പേരിൽ അച്ഛന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം കിറ്റിയോട് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് സതോഷി പുറത്തേക്ക് പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അയാൾ മനാറ്റിയെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു പോകുന്നത്. അയാൾ അടുത്തുള്ള കടയിൽ നിന്നും അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ബെൽറ്റ് വാങ്ങിയിട്ട് നേരെ ഒരു ടവറിനടുത്തേക്ക് പോയി. പക്ഷെ അവിടെ എത്തിയ അയാൾക്ക് ആരെയും തന്നെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. മനാറ്റി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അതേസമയം തന്നെ അച്ഛനെ പിന്തുടർന്നിട്ട് നമ്മുടെ കിറ്റിയും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്റെ പ്ലാനൊക്കെ പൊളിഞ്ഞ സങ്കടത്തിൽ നമ്മുടെ സതോഷി തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് വന്നിട്ട് കിറ്റിയുമായിട്ട് ടേബിൾ ടെന്നീസ് കളിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു കിറ്റി സതോഷിയോട് ചോദിക്കുന്നത്, അച്ഛൻ സാധനങ്ങൾ വാങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് വെറും കൈയോടെയാണല്ലോ വന്നതെന്ന്. അത് കേട്ട സതോഷി എനിക്ക് വേണ്ട സാധനം ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്ന് കിറ്റിനോട് പറയുന്നുണ്ട്. അപ്പോൾ അവൾ വീണ്ടും പറയുന്നുണ്ട് അച്ഛൻ എന്താ ചെയ്തതെന്നും അച്ഛൻ ഏത് തരത്തിലുള്ള ആളാണെന്നും എനിക്ക് മനസ്സിലായെന്ന്. അപ്പോഴാണ് സതോഷിക്ക് ഇതുവരെ താൻ മെസ്സേജ് അയച്ചത് തൻ്റെ മകളോട് തന്നെയാണെന്ന് മനസ്സിലാകുന്നത്. കൂടാതെ കിറ്റി ഇത് അച്ഛനോടുള്ള വിട പറച്ചിലാണെന്നും കൂടി പറഞ്ഞിട്ട് കരയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പോലീസ് വണ്ടിയുടെ സൈറനും മുഴങ്ങുന്നത് കേൾക്കാം. അതായത് നമ്മുടെ കിറ്റി ഓൾറെഡി പോലീസിൽ എല്ലാം തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. സതോഷിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പോലീസ് വണ്ടി അവരുടെ വീടിനടുത്തേക്ക് വരുന്നത്. തന്റെ മകൾ തന്റെ എല്ലാ ചെയ്തികളും കണ്ടുപിടിച്ചു എന്ന് മനസ്സിലാക്കിയ സതോഷി കിറ്റിയുടെ മുമ്പിൽ വെച്ചിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. അവിടെ വെച്ചിട്ട് മിസ്സിംഗ് എന്ന് പറയുന്ന ഈ മൂവി അവസാനിക്കുകയാണ്. ഒരു ക്രൈം ത്രില്ലർ എന്നതിലുപരി അച്ഛൻ മകൾ സ്നേഹബന്ധത്തിന്റെ ആഴവും കൂടി മനസ്സിലാക്കി തന്ന മൂവി തന്നെയായിരുന്നു മിസ്സിംഗ്. എന്താണ് നിങ്ങൾക്ക് ഈ മൂവിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം?